പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിൽ വന്ന് ബന്ധിതനായ ഈശോയുടെ ബന്ധനങ്ങളുടെ യോഗ്യതകൾ സമർപ്പിച്ച് യേശുനാമം വിളിച്ച് കർമ്മലനാഥയുടെയും ആവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പേരും സ്ഥലവുമൊക്കെ വ്യക്തമായി എഴുതി സ്റ്റാളിലോ കൗണ്ടറിലോ ഏൽപ്പിച്ചാൽ ഓരോ വ്യാഴാഴ്ചയിലെയും ശുശ്രൂഷയുടെ സമയത്ത് അത് വായിക്കുന്നതായിരിക്കും. സന്താന സൗഭാഗ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞ് ആരോഗ്യത്തോടുകൂടെ ജനിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അൾത്താരയിൽ കുഞ്ഞിനെയുമായിട്ട് വന്ന് നിന്ന് പറയാവുന്നതാണ്. അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന രോഗപീഠകൾ അല്ലെങ്കിൽ അതുപോലെ അതീവ ഗുരുതരമായ രോഗാവസ്ഥകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യപ്പെട്ടത് മെഡിക്കൽ റിപ്പോർട്ടുകളോടുകൂടെ അനുവാദത്തോടുകൂടെ അൾത്താരയിൽ വന്ന് നിന്ന് പറയാവുന്നതാണ്. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ ആനപ്പന്തി ഇടവകാംഗമാണ്. എൻ്റെ മകൾ CA ഇന്റർ കഴിഞ്ഞ് ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് ജോലിക്ക് പോയി. വിസയുടെ കാലാവധി തീരാറായിട്ടും അവൾക്ക് ജോലി ലഭിച്ചില്ല. ഞാനിവിടെ വ്യാഴാഴ്ചകളിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ റാപ്സൺ അച്ഛനെ കണ്ടു. അച്ഛൻ അവൾക്ക് ദുബായിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവൾക്ക് നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ലഭിച്ചു. അവൾക്ക് ജോലി ലഭിച്ചാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ നേർന്നിരുന്നു. എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൺ അച്ഛനും മറ്റെല്ലാവർക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 350ഓളം പേര് ഉള്ള ഒരു UAE പ്രയർ ഗ്രൂപ്പ് നമുക്കുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ജപമാലയൊക്കെ ഒരുമിച്ച് ചൊല്ലുകയും അതുപോലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളും മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ജോലിയുടെ തടസ്സം മാറാൻ ഇടവരുത്തിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അഞ്ജു. ചന്ദനക്കാമ്പാറയിൽ നിന്നും വരുന്നു. 3.5 വർഷമായി ഞാൻ OET എക്സാം എഴുതുന്നു. ബട്ട് പാസ്സാകാനാകുന്നില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ആവിലാപ്പള്ളിയിൽ ജൂൺ മാസം ലാസ്റ്റ് തൊട്ട് ഞാൻ വന്നിരുന്നു. 5 ആഴ്ച കൂടിയതിനു ശേഷം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് 3 എക്സാം എഴുതുകയും പിന്നെയും പള്ളിയിൽ വരികയും ചെയ്തു. ആഗസ്റ്റ് 20 റിസൾട്ട് വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ഞാൻ പാസ്സായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ബന്ധിതനായ യേശുവിന് സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ജോസഫ്, എടപ്പുഴ ഇടവകാംഗമാണ്. ഞാൻ 2 കാര്യത്തിനാണ് സാക്ഷ്യം നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 42 വർഷം കമ്പനി ലോറി ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. റിട്ടയർമെന്റിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടും മോട്ടോർ തൊഴിലാളി പെൻഷൻ ലഭിക്കാതിരുന്നതിനാൽ ഞാൻ ആവിലാ സദനത്തിൽ 5 വ്യാഴാഴ്ച മുട്ടിൽമേൽ നീന്തി പ്രാർത്ഥിച്ച് കുർബാനയിൽ പങ്കുകൊള്ളാമെന്ന് നേർന്നു. 6 മാസത്തിനുള്ളിൽ എൻ്റെ പെൻഷനെല്ലാം ശരിയായി. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് വലിയ സാമ്പത്തിക തകർച്ചയുണ്ടായതിനാൽ ഒരു ലോൺ എടുക്കേണ്ടതിന് വളരെ അത്യാവശ്യമായി വരികയും അതിനായി പല പ്രാവശ്യം ബാങ്കിൽ കയറി ഇറങ്ങി ഫീൽഡ് ഓഫീസർ പല പ്രാവശ്യം വന്നു കാണുകയും പോവുകയും ചെയ്തു. പറമ്പിൻ്റെ ഒരതിര് ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ ലോൺ തരാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ നേർന്നു. അതിനെ തുടർന്ന് വെറും 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തുക അനുവദിക്കുകയും ലോൺ സാധ്യമാകുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് അനഹ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അവിടെ പോയി നേഴ്സിംഗ് പഠിക്കാമെന്ന് തീരുമാനിച്ചു. B2 എക്സാം എഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ തടസ്സങ്ങളായിരുന്നു. ആദ്യ തവണ എഴുതിയപ്പോൾ 1 മൊഡ്യൂൾ മാത്രം കിട്ടി. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി എക്സാം എഴുതി, എന്നിട്ടൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞ ആവിലാ സദനെക്കുറിച്ചും റാപ്സൺ അച്ഛനെ കുറിച്ചും അറിഞ്ഞത്.
അങ്ങനെ അവരുടെ കൂടെയാണ് ആദ്യം ഇവിടെ വന്നത്. തുടർന്ന് അച്ഛനെ കാണുകയും അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും 33 പ്രാവശ്യം ചൊല്ലുവാനുള്ള പ്രാർത്ഥന എന്നോട് എന്നും ചൊല്ലുവാനും പറഞ്ഞു. തുടർന്ന് എഴുതിയ എക്സാം ഞാൻ പാസ്സായി. പിന്നെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെയും തടസ്സങ്ങൾ തുടങ്ങി. പിന്നെയും ഞാൻ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് വേഗം തന്നെ പോകാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് വിസ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണാതെ പോയി. അന്വേഷിച്ചപ്പോൾ വീണ്ടും എക്സാം എഴുതേണ്ടി വരും എന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ചിലപ്പോൾ റീഅപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് മെയിൽ അയച്ചു. ആ ആഴ്ച ഞാൻ ആവിലായിൽ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ എന്നോട് പേടിക്കണ്ട, സർട്ടിഫിക്കറ്റ് കിട്ടിക്കൊള്ളുമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് മെയിൽ വന്നു, ഫീസ് അടച്ചാൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് റീപ്ലേസ്മെന്റ് സർട്ടിഫിക്കറ്റ് തന്നു. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ അനിയന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. ഇവിടെ വന്ന് അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ്റെ അസുഖം പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ജെറിൻ പീറ്റർ. കേളകം സെന്റ് മേരീസ് സൂനോറ പള്ളി ഇടവകാംഗമാണ്. വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകൾ നടത്തി വരികയായിരുന്നു. പല തടസ്സങ്ങൾ കാരണം ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് എല്ലാം ശരിയായിക്കോളും, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലുവാനും പറഞ്ഞു തന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹിച്ച് അച്ഛൻ എന്നെ വിട്ടു. അധികം താമസിയാതെ തന്നെ എൻ്റെ വിസ റെഡിയായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛന് നന്ദി പറയുന്നു. കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടത് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ 33 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്, അനേകായിരം മക്കളുണ്ട്. അത് ലഭിച്ചിട്ടില്ലാത്തവർക്ക്, ആ പ്രാർത്ഥനാ കാർഡ് ലഭിച്ചിട്ടില്ലാത്തവർക്ക് ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ സ്റ്റാളിൽ ചെന്നാൽ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. പ്രാർത്ഥന എല്ലാ ദിവസവും സാധിക്കുന്നവർ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു തിരിയൊക്കെ കത്തിച്ച് 33 പ്രാവശ്യം ചൊല്ലി 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ദിവസത്തിന്റെ മറ്റ് സമയങ്ങളിലും, സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്തും മറ്റ് പ്രാർത്ഥനാ സമയങ്ങളിലും നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ദീപ വിശ്വൻ. എൻ്റെ വീട് കുന്നോത്ത്. ഞാൻ മാസങ്ങളായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മെൻസസ് ടൈമിൽ അതിശക്തമായ വയർവേദന ഉണ്ടാകുകയും ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുമായിരുന്നു. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് വയറുവേദന പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ജോഷ്ന. ഞാൻ കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. ആഗസ്റ്റ് 2-ാം തീയതി നടക്കുന്ന ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി ആഗസ്റ്റ് 1-ന് വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്റർവ്യൂവിന് എക്സാം പാസ്സായില്ലെങ്കിലും അവർ എന്നെ സെലക്ട് ചെയ്തു. അതോടൊപ്പം ജോയിൻ ചെയ്യേണ്ട തീയതിയും സെപ്റ്റംബറിൽ അറിയിക്കാമെന്നും പറഞ്ഞു. ഞാൻ അടുത്ത വ്യാഴാഴ്ച വന്ന് ഏറ്റവും അടുത്ത ഡേറ്റിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഓഗസ്റ്റ് 19-ന്
തന്നെ ജോയിൻ ചെയ്യാൻ ഡേറ്റ് ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് നന്ദിത. ഞാൻ വരുന്നത് വള്ളിത്തോട് നിന്നാണ്. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്കൊരു 4 വർഷമായിട്ട് കൈവേദനയായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കാണിക്കുകയും കുറെ ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്തിരുന്നു. വലത് കൈക്കായതുകൊണ്ട് തന്നെ എഴുതാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണൂർ ജില്ലയിലെ മിക്ക ആസ്പത്രികളിലും മംഗലാപുരത്തും തിരുവനന്തപുരം എന്നിവിടങ്ങളിലും കാണിക്കുകയും ചെയ്തിരുന്നു. ഓരോ സ്ഥലത്തു നിന്നും വൈറ്റമിൻ ഡി കുറവാണ്, കൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഗുളികകൾ കുടിക്കുകയും ചെയ്തിരുന്നു. ഒരു 3 ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി തന്നെ ചെലവായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ പറഞ്ഞ് ആവിലാപ്പള്ളിയിൽ വരികയും ഇവിടുത്തെ അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് കൈവേദന ഉണ്ടായിട്ടില്ല. പൂർണ്ണമായി സൗഖ്യം കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഡെയ്സി. കണ്ണൂർ താമസിക്കുന്നു. എൻ്റെ മകൾക്ക് +1 അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ല സ്കൂളിൽ തന്നെ ആഗ്രഹിച്ച സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് അജിത്ത്. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അയർലൻഡിലേക്ക് ജോലിക്കുള്ള ഇന്റർവ്യൂ പാസ്സാവുകയും വളരെ പെട്ടെന്ന് തന്നെ വിസ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പോകുന്നതിന് തടസ്സം നേരിട്ടപ്പോൾ എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് സാക്ഷ്യം നേർന്നു. അതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും മാറുകയും ഓഗസ്റ്റ് 15-ാം തീയതി അയർലൻഡിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഒക്ടോബർ 14-ാം തീയതി നടക്കുന്ന ഉരുൾ നേർച്ചയുടെ പൊതുവായിട്ടുള്ള 3 നിയോഗങ്ങൾ, ജോലി തടസ്സം മാറുന്നതും വിവാഹം നടക്കുന്നതും സന്താന സൗഭാഗ്യം ലഭിക്കുന്നതുമായിട്ടുള്ള 3 നിയോഗങ്ങളാണ്. നിങ്ങളുടെ മറ്റ് നിയോഗങ്ങളും വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഒക്ടോബർ 14-ാം തീയതിയിലെ ശുശ്രൂഷയിൽ ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോഴേ നേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ആൽഫിൻ. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജർമ്മനിയിൽ പോകുവാനുള്ള പേപ്പർ വർക്ക് കഴിയുകയും ഈ മാസം തന്നെ ജർമ്മനിയിൽ പോകാൻ സാധിക്കുകയും ചെയ്തതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആഗ്നസ്. ഞാൻ പൈസക്കരി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം എഴുതാൻ ഡേറ്റ് എടുക്കാൻ നോക്കിയെങ്കിലും എനിക്ക് ലഭിച്ചിരുന്നില്ല. അതിനാൽ ഞാൻ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് 2 സ്ഥലങ്ങളിൽ, ഡൽഹിയിലും തിരുവനന്തപുരത്തും എക്സാം എഴുതാൻ ഡേറ്റ് ലഭിക്കുകയും നല്ല മാർക്കോടെ എക്സാം പാസ്സാകാൻ കഴിയുകയും ചെയ്തു. അതുപോലെ ജർമ്മനിയിൽ വന്ന് നടത്തിയ ഇന്റർവ്യൂവിൽ സെലക്ട് ആകാനും ഈശോ എന്നെ സഹായിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ പേര് അലീന. വീട് കുടിയാൻമല. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ജർമ്മൻ എക്സാം ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സാകുകയും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജർമ്മൻ വിസ അപ്രൂവ് ആയി കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് അഞ്ജിത്ത്. സ്ഥലം അങ്ങാടിക്കടവ്. വർഷങ്ങളായി ഉണ്ടായിരുന്ന തൈറോയിഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നോർമലായി.
ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യമായി തന്നെ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. എന്റെ പേര് ജിൻസി ജയൻ. ഞാൻ നെല്ലിക്കുറ്റി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ സാക്ഷ്യം എഴുതുന്നത് എന്റെ മകൾ ജസ്ലിൻ മരിയ ജയനും ചേച്ചിയുടെ മകൻ ഐവിൻ ടോമിക്കും വേണ്ടിയാണ്. എന്റെ മോൾ ഉണ്ടായപ്പോൾ മുതൽ അവൾക്ക് പൊടിയുടെയും കൊതുക് കടിക്കുന്നതിന്റെയും അലർജി ഉണ്ടായിരുന്നു. കാലും കൈയും ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. കുറെ മരുന്ന് കഴിച്ചു, കുറഞ്ഞില്ല. ഞാൻ സ്ഥിരമായി ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ഈശോയെ, ഞാൻ അങ്ങയുടെ കുഞ്ഞാണ്, ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥനയും ഈശോയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനയും അച്ഛൻ പറഞ്ഞു തന്നു. അതിന്റെ ഫലമായി എൻ്റെ മോളുടെ അലർജി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി. ഇപ്പോൾ മോൾക്കൊരു കുഴപ്പവുമില്ല. അതുപോലെ ചേച്ചിയുടെ മകൻ SSLCക്ക് നല്ല മാർക്കോടെ പാസ്സായി. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് അന്നമ്മ, സ്ഥലം എടപ്പുഴ. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മകൻ 25 വയസ്സായി. അവനൊരു ജോലിയുമില്ലായിരുന്നു. ഒരു ജോലി കിട്ടുവാൻ വേണ്ടി ഞാനിവിടെ വന്ന് മുട്ടിൽ നീന്തി പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേരുകയും 25 കിലോ അരി നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവന് ബാംഗ്ലൂരിൽ ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടുകയും ജോലിക്ക് പോകുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ എൻ്റെ പേര് എബിൻ. ഞാൻ മടമ്പത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഫെബ്രുവരി 1 എൻ്റെ വിവാഹം നടന്നു. എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് തോമസ്. വീട് കേളകം. ആവിലായിൽ വന്ന് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എനിക്ക് നല്ലൊരു സർക്കാർ ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് അൻലിറ്റ. ഞാൻ കോളയാട് നിന്ന് വരുന്നു. +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനിടയായി. അന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എന്നെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കണമേ, ജർമ്മനിയിൽ പോയി നേഴ്സിംഗ് പഠിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന്. അതിനാൽ ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹം കൊണ്ട് നിറച്ചു. എക്സാമിന് വേഗം ഡേറ്റ് കിട്ടി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ 2024 ഒക്ടോബർ 1 നേഴ്സിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ജർമ്മനിയിലെത്താനുള്ള വിസയും ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഉഷ. ഞാൻ ആനപ്പന്തിയിൽ നിന്നും വരുന്നു. എനിക്ക് തൈറോയിഡിന്റെ അസുഖമായിരുന്നു. അതിനാൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. മംഗലാപുരത്ത് നിന്ന് ഓപ്പറേഷൻ ചെയ്തു. ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായതു യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. ഈശോയ്ക്ക് നന്ദി. ആവിലാസദനിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന് രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നുവെന്ന്
അജിത് പി ജോസ് കേളകം. അടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് നിഷ. എൻ്റെ മകനു വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകന് ഫിസ്റ്റുലയുടെ അസുഖം വന്നു. മട്ടന്നൂർ ആശ്രയ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മകന് അതികഠിനമായ വേദനയും അസ്വസ്ഥതയും ഉണ്ടായി. അവൻ ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടർ 5 ദിവസത്തെ മരുന്ന് കൂടി കുറിച്ച് തന്നു. അല്ലെങ്കിൽ MRI എടുക്കാൻ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞു. ഞാൻ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, അവന് കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്നും മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളാമെന്നും നേർന്നു. അതിന്റെ ഫലമായി എൻ്റെ മകന് ഒരു കുഴപ്പവുമില്ലാതെ സൗഖ്യം ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം. എൻ്റെ പേര് നിഷ. ഞാൻ ഇരിട്ടിക്കടുത്തുള്ള വള്ളിയാട് എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഒരു ദിവസം വൈകുന്നേരം 5 മണിക്ക് എൻ്റെ കണ്ണിൽ റോസ് ചെടിയുടെ മുള്ളുകൊണ്ടു. കണ്ണിന് വല്ലാതെ വേദനയും പുകച്ചിലുമായി. ആ സമയത്ത് ഞാനത്ര കാര്യമാക്കിയില്ല. രാത്രിയായപ്പോൾ പെട്ടെന്ന് കണ്ണിന്റെ വേദന കൂടി. കണ്ണിൽ നിന്നും നിർത്താതെ വെള്ളം വരാൻ തുടങ്ങി. കണ്ണ് തുറക്കാനോ അടയ്ക്കാനോ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ചു പ്രാർത്ഥിച്ചു. നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ആവില പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർച്ച നേരുകയും ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കണ്ണിന് യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു. ആർ വിഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, കണ്ണിന് കൃഷ്ണമണിക്കൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ എനിക്ക് യാതൊരു വേദനയും പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മീനി. ഞാൻ തേർത്തല്ലിയിൽ താമസിക്കുന്നു. കഴിഞ്ഞ മാസം ഞാൻ ആവിലായിൽ വന്ന് ആവശ്യങ്ങൾ എഴുതി കെട്ടിയിട്ടിരുന്നു. അതിൽ എൻ്റെ മകളുടെ ഭർത്താവിന് സൗദി പ്രോമെട്രിക് പരീക്ഷ പാസ്സാകുവാനും മോന് നല്ലൊരു ജോലി ലഭിക്കുവാനുമായിരുന്നു. ഈ 2 അനുഗ്രഹങ്ങളും ദൈവം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അനുഷ. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. എനിക്ക് കാലിന് വേദനയെ തുടർന്ന് നടക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. വൈറ്റമിൻ ഡി കുറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ ആവിലായിൽ വന്ന് അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി കൂടി. വേറെ ഒരു അനുഗ്രഹം എന്നത് എൻ്റെ പപ്പ സ്ഥലം വിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും ശരിയായില്ല. ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ പപ്പയ്ക്ക് ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. കണ്ടതും കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസർ ഉയർത്തതും യേശുനാമത്തിൽ. കരമേർത്തി കരമടിച്ച് പാടാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. എൻ്റെ പേര് അനസ്റ്റിൻ കെ സിബി. കേളകത്തു നിന്ന് വരുന്നു. ഞാൻ BCA 2020 പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ 3rd സെമസ്റ്റർ മാത്സ് വിഷയത്തിൽ പരാജയപ്പെട്ടു. 3 തവണ എഴുതിയിട്ടും ജയിക്കുവാൻ സാധിച്ചില്ല. 2023 എൻ്റെ അവസാന ചാൻസ് ആയിരുന്നു. ആവിലായിൽ വന്ന റാപ്സനസിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ആ തവണ ഞാൻ പരീക്ഷയ്ക്ക് പോയത്. റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി എനിക്ക് വിജയിക്കുവാൻ സാധിച്ചു. എൻ്റെ മുടങ്ങിയ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പൂർത്തീകരിക്കുവാനും സാധിച്ചു.
എനിക്ക് ഈ വിജയം നൽകിയ ബന്ധിതനായ ഈശോയിലും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ശ്രീമതി, സ്ഥലം ഐച്ചേരി. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. താമസിച്ചതും പോയതിന് ഈശോയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഈ ആലയത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് 4 വർഷമായി. ഞാൻ ആദ്യമായി മെയ് 2024 ഇവിടെ വന്നത്. അതിനുശേഷം അച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 7 ആഴ്ച ആവിലായിൽ വന്ന് ധ്യാനം കൂടാൻ. ഞാൻ എൻ്റെ മകളുടെ ജോലിക്ക് വേണ്ടിയാണ് വന്നതും കാര്യങ്ങൾ പറഞ്ഞതും. അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വേഗം തന്നെ ശരിയാകും. ആ സമയത്ത് തന്നെ എൻ്റെ മകൾക്കൊരു അപകടവും സംഭവിച്ചു. ബൈക്കിൽ നിന്ന് വീണ മകൾക്കും ഭർത്താവിനും കുഞ്ഞിനും നല്ല പരിക്ക് പറ്റി. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വിഷമിക്കണ്ട, എല്ലാ കാര്യങ്ങളും ശരിയാകും. അതിനുശേഷം അവൾ പരീക്ഷ എഴുതി പാസ്സായി, ഇന്റർവ്യൂ കഴിഞ്ഞു. ഇപ്പോൾ അവൾ 24/7/2024 ഇസ്രായേലിൽ ജോലിക്ക് പോയി നല്ല ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സിജോ. പേരാവൂർ വെള്ളർവള്ളിയിലാണ് എൻ്റെ വീട്. എൻ്റെ മകൻ്റെ കാലിൽ എല്ലു വളരുന്നത് കൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്തു കളഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാൽമുട്ടിന് നീര് വെക്കാൻ തുടങ്ങി. 1 മാസത്തോളം നീരും വെച്ച് നടന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാപ്സനച്ചനെ വന്ന് കാണുകയും അച്ഛൻ നീരുള്ള ഭാഗത്ത് തടവുകയും ഈശോയുടെ ഫോട്ടോ നോക്കി ഈശോയെ എന്ന് വിളിക്കുവാനും പറഞ്ഞു. ഞാനും എൻ്റെ മകനും ഷോണും കൂടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ കാലുകൊണ്ട് മകൻ്റെ കാലിൽ തടവുകയും മകനോട് ഉള്ളിലേക്ക് ശ്വാസം നന്നായി എടുക്കുവാനും എന്നിട്ട് ഈശോയെ എന്ന് ഉറക്കെ വിളിക്കുവാനും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കാലിൽ തൊട്ടു നോക്കാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തൊട്ടു നോക്കിയപ്പോൾ ഒരു നീരും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കർത്താവിനെ കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ പേര് അനു. ഞാൻ കേരളത്തുനിന്ന് വരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 4 വർഷമായി. ആദ്യത്തെ 2 വർഷം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 വീക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം ഹസ്ബൻഡിന് വയറിനൊരു അസ്വസ്ഥത പോലെ തോന്നി. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ തന്ന പ്രാർത്ഥന ചൊല്ലി ധ്യാനം 3 ആഴ്ച വന്നുകൂടി. അതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾക്ക് നവംബർ 2023 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. ട്രീറ്റ്മെന്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കുന്ന മരുന്നിന്റെ ഗുണം കൊണ്ട് അല്ലേ എന്തെങ്കിലും അവിടെ വയറുവേദന മരുന്ന് കഴിക്കാൻ പറ്റാതെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ട്രീറ്റ്മെന്റ് പോലും നടക്കാത്ത സമയത്താണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വന്നപ്പോ മുഖത്തോട് മുഖം നോക്കി അല്ലേ പറഞ്ഞു. എന്താണ് അച്ഛൻ പറഞ്ഞ അച്ഛൻ തന്ന മരുന്ന് എന്താന്ന് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ പല തടസ്സങ്ങളുണ്ടായിരുന്നു ഇവിടെ വരാൻ വേണ്ടി. അങ്ങനെ എല്ലാ ദിവസവും മുഖത്തോട് മുഖം നോക്കി തോളത്ത് കൈവച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ തല വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ,
അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാഥൻ